നമ്മൾ ഇന്നൊരു ഹ്യൂജ് മീഷോ ഡ്രസ് ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ടോട്ടൽ ഞാൻ 10 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഡ്രസ്സിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 399 രൂപയുടെ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഭയങ്കര അഫോർഡബിൾ ആണ്, എല്ലാവർക്കും വാങ്ങിക്കാവുന്ന രീതിയിലുള്ള പ്രൈസ് റേഞ്ചാണ് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സുകളാണ്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു റിവ്യൂ കൂടെ ഞാൻ ഡ്രസ്സൊക്കെ കാണിക്കുമ്പോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഡ്രസ്സിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിനുള്ളിൽ ലൈനിങ് ഉണ്ടോ, നിഴലടിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളറിൽ വരുന്ന ഡ്രസ്സാണ്. മെറൂൺ കളർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മുന്തിരിയുടെ കളർ എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. ആ ഒരു കളറിലാണ് ഈ ഡ്രസ്സ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 339 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ് ആണ്. മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിട്ട് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഇട്ട സമയത്ത് കോട്ടൺ ഇട്ടൊരു ഫീലാണ് തോന്നുന്നത്. പിന്നെ നീലത്തായിട്ടാണ് വരുന്നത്. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷെ നിഴലടിക്കാൻ അങ്ങനത്തെ പ്രശ്നമില്ല, കാര്യം അത്രയ്ക്കും കട്ടിയുണ്ട് ഈ ഒരു ഡ്രസ്സിന്. ഇനി നമ്മൾ നെക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ വി നെക്കാണ് കൊടുത്തേക്കുന്നത്, ഫ്രീ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷൂ ലേസ് ഉണ്ടല്ലോ, അതേപോലെ ഒരു വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഹാഫ് സ്ലീവ്സ് ആണ്. കുഞ്ഞി ഒരു പഫ് കൊടുത്തിട്ടുണ്ട്, തറ്റത്തായിട്ട് ഇങ്ങനെ ഫ്രീ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അടിപൊളി ഡ്രസ്സാണ്. പർച്ചേസ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് 369 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം സൈസ് ആട്ടോ. നിങ്ങൾ യൂഷ്വൽ സൈസ് തന്നെ എടുത്താൽ മതി, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രീപ്പാണ്, പക്ഷെ ക്രീപ്പ് ആണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ ഇടാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് നിഴലടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ അവർ ലൈനിങ് കൊടുത്തിട്ടില്ല. പിന്നെ ഈ നെക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ഷർട്ടിന്റെ കോളർ ആ രീതിയിലാണ് നെക്ക് ലൈൻ കൊടുത്തേക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ബ്ലാക്ക് പോൾക്ക ഡോട്ട്സ് ആണ് മേളിൽ കൊടുത്തേക്കുന്നത്. താഴേക്ക് സ്കൈ ബ്ലൂ കളറാണ്, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്ലീവ്സ് വന്നിട്ട് ഹാഫ് സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. ചെറിയ രീതിയിൽ പഫ് കൊടുത്തിട്ട് സെന്ററിലായിട്ട് അവർ എലാസ്റ്റിക് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ചുരുക്കി ചുരുക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂ കളർ വരുന്നത് ഈ നെക്ക് ലൈനിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഡ്രസ്സാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എ ലൈൻ ആയിട്ട് വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് 369 രൂപ സംതിങ് ആയിരുന്നു. സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്, നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. എനിക്കൊരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിഴലടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്, ഒരു ഷോർട്ട് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീലത്തായിട്ടാണ് വരുന്നത്. താഴെ വശത്ത് ചെറിയ രീതിയിൽ അവർ തട്ടുപോലെ തയ്ച്ചിട്ട് ഫ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് ഈ ഒരു ഗ്രേ കളറിൽ വരുന്ന ഡ്രസ്സാണ്. പ്രൈസ് 355 രൂപയോ മറ്റോ ആയിരുന്നു. സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്, യൂഷ്വൽ സൈസ് തന്നെ എടുത്താൽ മതി. മെറ്റീരിയൽ വന്നിട്ട് ജോർജൻ മെറ്റീരിയൽ ആണ്. നീലത്തായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. അത്ര തന്നെ ലെങ്ത്തിൽ അവർ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, നിഴലടിക്കുന്ന പ്രോബ്ലം ഇല്ല. ഹൈനെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഹാഫ് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. സെന്ററിലൂടെ അവർ എലാസ്റ്റിക് കൊടുത്തിട്ട് ചുരുക്കി ചുരുക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം വയറുള്ളതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് അത്ര സ്യൂട്ടായിട്ട് തോന്നില്ല, കാര്യം അത്ര ഒരു ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട്. ഇത് അത്യാവശ്യം നല്ല ബോഡി ഫിറ്റ് ആയിട്ട് ഷേപ്പ് ആയിട്ടുള്ള ആൾക്കാരെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടും ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതിങ്ങനെ ചുരുക്കി അവർ തയ്ച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയറും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് നല്ല ഡ്രസ്സാണ്, ആ ഒരു ഷേപ്പിൻ്റെ പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ.
വന്നിട്ട് ആനിമൽ പ്രിന്റ് ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് മാക്സി ലെങ്ത് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് 349 രൂപയായിരുന്നു. ഈ ഡ്രസ്സ് ഇപ്പൊ മീഷോയിൽ അവൈലബിൾ അല്ല. ഈ ഡ്രസ്സും വേറൊരു ഡ്രസ്സും ഞാൻ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പാണ് വാങ്ങിച്ചത്. ഇപ്പൊ ആ സെല്ലറിന്റെ ഈ ഡ്രസ്സുകളൊന്നും അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിന് സിമിലർ ആയിട്ട് ഒരുപാട് ഡ്രസ്സിന്റെ ഓപ്ഷൻസ് ഉണ്ട്. സെയിം പാറ്റേൺ, കളർ ചേഞ്ചസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ള വേറെ ഡ്രസ്സിന്റെ റിവ്യൂ ഓൾറെഡി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ്, കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. യൂഷ്വൽ സൈസ് തന്നെ എടുത്താൽ മതി നിങ്ങളുടെ. പിന്നെ റൗണ്ട് നെക്ക് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഫ്രിൽ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. തട്ടായിട്ടാണ് തയ്ച്ചേക്കുന്നത്. സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവ്സ് കൊടുത്തിട്ട് തട്ടത്തെ എലാസ്റ്റിക് കൊടുത്തിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഡ്രസ്സാണ്. ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു മിഡി ലെങ്ത് ആയിട്ട് വരുന്ന ഡ്രസ്സാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. പ്രൈസ് 345 രൂപയാണ്. യൂഷ്വൽ സൈസ് എടുത്താൽ മതി. ക്രീപ്പ് മെറ്റീരിയൽ ആണ്. ക്രീപ്പ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഉള്ളിൽ അവർ ലൈനിങ് കൊടുത്തിട്ടില്ല, നിഴലടിക്കുന്നൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഈ ഒരു ഡ്രസ്സ്. റൗണ്ട് നെക്ക് ആണ് കൊടുത്തേക്കണേ. തട്ടായിട്ടാണ് സ്ലീവ്സ് തയ്ച്ചു വെച്ചേക്കുന്നത്. നല്ല പാറ്റേൺ ആണ് കേട്ടോ, നല്ല ഡിസൈൻ ആണ്. ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ കെട്ടാനായിട്ട് ഒരു ബെൽറ്റും കൊടുക്കും. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് വന്നിട്ട് നല്ല കട്ട ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ട്യൂണിക് ഡ്രസ്സാണ്. പ്രൈസ് 395 രൂപയാണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹാളില് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ്. മീഷോയിൽ അവർ കാണിച്ചേക്കുന്ന പിക്ചറിൽ ഇതിന് താഴേക്ക് വരുന്ന സമയത്ത് നല്ല തട്ടായിട്ട്, അതായത് നല്ല ഫ്ലെയർ ഉണ്ട്, നല്ല കട്ടിക്ക് നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. ആ പിക്ചർ നമുക്ക് കിട്ടിയ ഡ്രസ്സായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിപ്പോ ഒരു നൈറ്റ് തയ്ച്ചിട്ടതുപോലെ ഉണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം ആയിരുന്നു, പക്ഷെ നല്ല ലൂസാണ്, പർദ്ദ പോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും എടുക്കുവാണെങ്കിൽ യൂഷ്വൽ സൈസിനേക്കാളും ഡൗൺ ആയിട്ട് എടുക്കണം. ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യില്ല, അത്ര കട്ട ഫ്ലോപ്പാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ ആണ്. ഇടാൻ കംഫർട്ടബിൾ ആണ്. ഉള്ളിൽ അവർ ലൈനിങ് കൊടുത്തിട്ടില്ല, നല്ല രീതിയിൽ നിഴലടിക്കുന്നുണ്ട്. വീനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് സ്ലീവ്സും, അത്ര തന്നെ. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് വന്നിട്ട് മിഡി ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. പ്രൈസ് 319 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം സൈസ് ആണ്. നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി. മെറ്റീരിയൽ കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. പിന്നെ ചെറിയ രീതിയിൽ നിഴലടിക്കുന്നുണ്ട്. ഉള്ളിൽ അവർ ലൈനിങ് കൊടുത്തിട്ടില്ല. ഇനി നെക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ഷർട്ടിന്റെ കോളർ പോലത്തെ നെക്ക് ലൈൻ ആണ് കൊടുത്തേക്കുന്നത്. സെന്ററിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സ് ഹാഫ് സ്ലീവ്സ് ആണ്, എന്നിട്ട് മടക്കി തയ്ച്ചേക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. വന്നിട്ട് ലോങ് ആയിട്ടുള്ള ഈ ഒരു കുർത്തയാണ്. പ്രൈസ് 261 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ് ആണ്. എനിക്ക് ശകലം ലൂസ് ഉണ്ട് ഈ ഒരു കുർത്ത. നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് ബോഡി ഫിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് യൂഷ്വൽ സൈസിന്റെ ഒരു സൈസ് ഡൗൺ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റയോൺ മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, ചെറിയ രീതിയിൽ നിഴലടിക്കുന്നുണ്ട്. പിന്നെ നെക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ ഒരു വീനക്ക് കൊടുത്തിട്ട് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സ് ഷോർട്ട് സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. സ്ലിറ്റ് ഇങ്ങനെ നല്ല കേറിയിട്ടുള്ള ഒരു സ്ലിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോ ഞാനൊരു വൈറ്റ് പാന്റ് വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്നോ മറ്റോ വാങ്ങിച്ച പാന്റാണ്. നല്ല അടിപൊളി പാന്റ് ആട്ടോ. ഇതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് ഈ ഒരു കുർത്ത ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ്.
പർച്ചേസ് ഈ ഒരു ആനിമൽ പ്രിന്റുള്ള ലോങ് ഡ്രസ്സാണ്. ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 349 രൂപയാണ്. അറൌണ്ട് ഒരു 6 മാസം മുമ്പാട്ടോ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചത്. ഇപ്പം മീഷോയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഡ്രസ്സ് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഒന്നെങ്കിൽ ഞാൻ ഇതിന് സിമിലർ ആയിട്ടുള്ള ഡ്രസ്സോ അതല്ലെങ്കിൽ വേറെ സെല്ലേഴ്സിന്റെ കയ്യിൽ ഈ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. ഇത് യൂഷ്വൽ സൈസ് തന്നെ എടുത്താൽ മതി. ക്രീപ്പ് മെറ്റീരിയൽ ആണ്. ഒരുപാട് തവണ അലക്കിയിട്ടുണ്ട്, കളർ പോയിട്ടില്ല. ഒന്നാമത്തെ ക്രീപ്പ് മെറ്റീരിയലിന്റെ കളർ അങ്ങനെ പോകില്ല. പിന്നെ കംഫർട്ടബിളിന്റെ ഒരു കാര്യമാണ് ഇത്. പക്ഷേ അത്ര ചീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രീപ്പ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. ഞാൻ നീരത്തൂടെ ഒക്കെ ഇട്ടിട്ട് നടന്നിട്ടുണ്ട്. ഉള്ളിൽ ലൈനിങ് ഇല്ല, പക്ഷെ അങ്ങനെ നിഴലടിക്കുന്ന പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്, ഫുൾ സ്ലീവ്സ് കൊടുത്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അവരിങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തട്ട് പോലെ ആയിട്ടാ വരുന്നത്. മാക്സി ലെങ്ത് ആണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത്. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.